ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പാകിസ്ഥാനിലെ കൊറ്റ സൈനിക ആസ്ഥാനത്ത് ഉഗ്രസ്ഫോടനം, സൈനികരടക്കം 8 പേർ മരിച്ചതായാണ് വിവരം. ചാവേർ ആക്രമണമാണ് ഉണ്ടായത് എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ ബലൂച്ച് വിമതർ എന്നും റിപ്പോർട്ടുകളുണ്ട്. ബൽറാം നെടുങ്ങാടിയും വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ കൊറ്റ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ബലൂചിസ്ഥാൻ അത് മോചിപ്പിച്ചാൽ കൊറ്റ ആസ്ഥാനമായി ഒരു സ്വതന്ത്ര ഭരണ സംവിധാനത്തെ പറ്റിയൊക്കെയാണ് BLA ആലോചിക്കുന്നത്. അപ്പോൾ BLA തന്നെ ആയിരിക്കുമോ ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്നതിൻ്റെ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഇതുവരെയും ആരും അത്തരത്തിൽ അവകാശവാദം, ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് BLA അടക്കമുള്ള മറ്റ് ബലൂച്ച് വിമത സംഘടനകളൊന്നും തന്നെ രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ BLA തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന സംശയമാണ് പാക് സൈന്യം പങ്കുവയ്ക്കുന്നത്. സമീപകാലത്തുണ്ടായ ഉഗ്രസ്ഫോടനമാണ് ഈ ബലൂച്ച് മേഖലയിൽ കൊറ്റയിൽ ഇന്ന് അല്പസമയം മുമ്പ് നടന്നത്. അത് ആക്രമണം നടന്നത് ഒരു സൈനിക കേന്ദ്രത്തിലാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബലൂച്ചിലെ ഫ്രോണ്ടിയർ കോർപ്സിന്റെ ഏറ്റവും വലിയ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സർഗൂൺ റോഡിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഫ്രോണ്ടിയർ കോർപ്സ് ആസ്ഥാനത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ 3 പേർ ഫ്രോണ്ടിയർ കോർപ്സിലെ 3 സൈനികർ കൊല്ലപ്പെട്ടതായി സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട മറ്റ് 5 പേർ അവർ റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സാധാരണക്കാരായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. 15 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഈ പ്രദേശത്തേക്ക് എത്തിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് ചാവേർ ബോംബാക്രമണം തന്നെയാണ് നടന്നത് എന്നാണ് സൈന്യത്തിന്റെ പ്രാഥമികമായ സംശയം. ഈ പ്രദേശത്ത് ഇപ്പോൾ സൈന്യം പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് പാക് സൈന്യം വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും BLA തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന ഒരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാക് സൈന്യത്തിന്റെ നിലവിലുള്ള അന്വേഷണം, പ്രാഥമിക അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ, 8 പേർ മരിച്ചു എന്നതാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ. മരണസംഖ്യ കൂടിയേക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാവേർ ആക്രമണം ഉണ്ടായി എന്നാണ് സൈന്യം സ്ഥിരീകരിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഈ ചാവേർ ആക്രമണത്തിന് പിന്നിലെന്നും പാക് സൈന്യം ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.